ഖുർആൻ ഓതുന്നത് പുണ്യമാണ്. ഖുർആൻ ഓതുന്നവർക്ക് സ്വർഗമുണ്ട്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലാഹുവേ അതിനെ ബഹുമാനിക്കാതിരുന്നാൽ, അതിനെ ആദരിക്കാതിരുന്നാൽ, ആ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ചിന്തയില്ലാത്തവരുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചുകൊണ്ട് കളിക്കുന്നവരുണ്ടല്ലോ. നിനക്ക് നാശമാ സഹോദരാ. ഓതിയില്ലെങ്കിൽ ഓതിയില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിനെ കളിയാക്കിയ, അതിനെ നീ അനാദരവ് കാണിച്ച, അതിലൂടെ പടച്ച റബ്ബിന്റെ നരകത്തിലേക്കാ നീ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സദഖല്ലാഹു മൗലാനൽ അലീം എന്ന് പറഞ്ഞ് ഖുർആൻ മടക്കി വെച്ചിട്ട് നീ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിച്ചാ നിന്റെ 40 വർഷത്തെ അമല് പൊളിഞ്ഞു പോയി വാപ്പാ. നീ 40 കൊല്ലം ചെയ്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, നരകത്തിന്റെ അവകാശിയായി പോവുകയാണ്. അത് ചെയ്താൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ഖുർആനിന്റെ മഹത്വം നീ എന്തേ ചിന്തിക്കാത്തത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ആ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതം പോലും ധൂളികളായി പോകുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്ത് ഓതാൻ തയ്യാറാകുമ്പോ അല്ലാഹുവിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ